മരണപ്പെട്ടതോ ഷിഫ്റ്റായി പോയതോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഈ എനുമറേഷൻ ഫോം സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചു തരാനോ വിസമ്മതിക്കുകയോ ചെയ്യുന്ന കേസിൽ നമുക്ക് മാർക്ക് അൺകളക്റ്റബിൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് ആദ്യം എനുമറേഷൻ ഫോം ഒന്ന് സ്കാൻ ചെയ്യണം. എനുമറേഷൻ ഫോം സ്കാൻ ചെയ്തപ്പോൾ ശ്രീമുരുകൻ നായർ എന്നുള്ള ആ വോട്ടറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. അതിൽ മാർക്ക് അൺകളക്റ്റബിൾ കൊടുത്ത് നമുക്ക് ആൾറെഡി എൻറോൾഡ് ആണെങ്കിൽ ഇരട്ടിപ്പുണ്ടെങ്കിൽ ആൾറെഡി എൻറോൾഡ് എന്ന ഓപ്ഷൻ കൊടുക്കാം. ഇല്ല ഡെത്ത് ആണെങ്കിൽ നമുക്ക് ഡെത്ത് എന്ന് കൊടുക്കാം. പെർമനൻറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ഷിഫ്റ്റ്, അൺട്രാക്കബിൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത കേസാണെങ്കിൽ അൺട്രാക്കബിൾ അല്ലെങ്കിൽ ആബ്സെൻറ്റ്. ഏറ്റവും അവസാനത്തത് റെഫ്യൂസ് ടു സൈൻ എന്യൂമറേഷൻ ഫോം എന്ന് വെച്ചാൽ വോട്ടർ സൈൻ ചെയ്യാൻ വിസമ്മതിച്ചോ എന്നുള്ളതാണ്. വിസമ്മതിക്കുകയോ എന്യൂമറേഷൻ ഫോം കീറിക്കളയോ ഒപ്പിട്ട് തരില്ല എന്ന് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ റെഫ്യൂസ് ടു സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇതിപ്പോൾ ഡെത്താണ്. ഡെത്ത് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഡെത്ത് സെലക്ട് ചെയ്തു. റിമാർക്കിൽ ഡെത്ത് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം എന്യൂമറേഷൻ ഫോം സ്കാൻ ചെയ്യണം. ഓക്കെ കൊടുത്തു. മുകളിൽ ടിക്ക് മാർക്ക് കൊടുത്തു. സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ BLO സാക്ഷ്യപത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനം അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. അതില്ലെങ്കിൽ നമുക്ക് നേരെ സബ്മിറ്റ് ചെയ്യാം. എന്യൂമറേഷൻ ഫോം സേവ്ഡ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്.